ഒരുപാട് വാക്യങ്ങൾ ഇതിനകത്തുണ്ടെങ്കിലും 10ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. നമ്മുടെ അകൃത്യങ്ങൾക്ക് ഒത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, കർത്താവേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഓർമ്മ വച്ചാൽ ആർ നിന്റെ മുമ്പിൽ നിൽക്കും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇപ്പൊ ദൈവവചനപ്രകാരം പ്രൈസ് ഗോഡ് ഒരു യോഗ്യതയുമില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, അകൃത്യങ്ങളും പാപങ്ങളും ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് പ്രൈസ് ഗോഡ് തോന്നിയാലും അകൃത്യത്തിനൊത്തവണ്ണം പാപത്തിനൊത്തവണ്ണം പകരം ചെയ്യാത്ത ഒരു വലിയ ദൈവമുള്ളത് കൊണ്ട് ആ ദൈവസന്നിധിയിൽ പിന്നെയും പ്രാർത്ഥിച്ച് അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് വിശുദ്ധന്മാരുടെ ഗണത്തിൽ എണ്ണപ്പെട്ട് അവർ വിശുദ്ധന്മാരുടെ അവകാശത്തിന് യോഗ്യരായി തീരുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രകൃതിയും നമ്മുടെ പ്രകൃതിയും മനസ്സിലാക്കിയാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ഗ്രേസ് ഗോസ്പൽ അല്ല, കൃപയുടെ സുവിശേഷമല്ല. പ്രൈസ് ഗോഡ്. ദൈവത്തിന്റെ പ്രകൃതി, നമ്മുടെ പ്രകൃതി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ പ്രകൃതി മനസ്സിലാക്കി ദൈവത്തെ ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. പ്രൈസ് ഗോഡ്. റോമാലേഖനത്തിൽ പറയുന്നത്, ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റോമാലേഖനം 1:18. റോമാലേഖനം 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ദൈവത്തിന് സ്തോത്രം. അപ്പം ദൈവത്തോട് നന്ദി കാണിക്കുന്നത് എപ്പോഴാണ്? അവനെ മഹത്വീകരിക്കേണ്ടത് എപ്പോഴാണ്? അവനെ ഓർക്കേണ്ടത് എപ്പോഴാണ്? അറിഞ്ഞവർ. ദൈവത്തെ അറിഞ്ഞിട്ടും, അതാണ് ക്ലോസ്. ആദ്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ദൈവത്തെ അറിയുവാൻ. പ്രൈസ് ഗോഡ്. ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരറിവ് ലഭിക്കാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ്, അടുത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് അവനെ ദൈവമെന്ന് ഓർക്കണം. അടുത്തത് ദൈവമെന്ന് വെറുതെ ഓർത്താൽ പോരാ, ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തീർന്നില്ല, നന്ദി കാണിക്കണം. ചിലരൊക്കെ നന്ദി ഹൃദയത്തിൽ കാണുമായിരിക്കും, പക്ഷെ നന്ദി കാണിക്കണം. പ്രൈസ് ഗോഡ്. അതാണ് ആരാധന. ആരാധന എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യം, ഒരു നായ യജമാനനെ സ്നേഹിക്കുന്ന അനുഭവത്തോടാണ് ആരാധനയെ ചിത്രീകരിച്ചിരിക്കുന്നത്. നിങ്ങളാരെങ്കിലും പട്ടിയെ വളർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ വളർത്തിയിട്ടുണ്ട്. പട്ടിയെ വളർത്തിയിട്ടുള്ളൊരു കാര്യം അറിയാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെ കാണുമ്പോൾ തന്നെ അത് നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. നന്ദി കാണിക്കാൻ തുടങ്ങും. എങ്ങനെയാ? അത് വാലാട്ടാൻ തുടങ്ങും. അങ്ങ് റെസ്റ്റ്ലെസ് ആകും, തുള്ളിച്ചാടും. നമ്മുടെ അടുക്ക വന്ന് നമ്മുടെ പാദങ്ങൾ നക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ആരാധനയെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ പ്രകടനത്തോടാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവസന്നിധിയിൽ ആരാധിക്കാൻ കടന്നു വന്ന ജനം നന്ദി കാണിക്കത്തക്കവണ്ണം ഒരു നായേക്കാൾ അനുഗ്രഹം പ്രാപിച്ചവർ. പട്ടിക്ക് എന്താ കിട്ടിയേക്കുന്നത്? മാക്സിമം ഒരു എല്ലും കഷ്ണം കിട്ടിക്കാണും, അല്ലെങ്കിൽ ഇത്തിരി നമ്മളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള ബാക്കി കഞ്ഞുള്ളതാണ് കൊടുക്കുന്നത്. ഇതും കഴിഞ്ഞ് പിടിച്ച് പൂട്ടിയിടുകയും ചെയ്യും. എന്നാലും ആ തൊടലിൽ കിടന്നുകൊണ്ട്, ചങ്ങലയിൽ കിടന്നുകൊണ്ട്
നന്ദി കാണിക്കുന്ന നായ് നമുക്കൊരു മാർഗദർശിയായി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവം എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും, ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും, ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ എന്ത് പകരം കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഒരു കാര്യമേ ആവശ്യപ്പെടുന്നുള്ളൂ, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. നമ്മുടെ സ്വഭാവം എന്നറിയാമോ? നമ്മൾ ഭയങ്കര മറവിക്കാരാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മളെല്ലാവരുടെയും സ്വഭാവം നമ്മൾ മറക്കുന്നവരാണ്. എന്ത് മറക്കത്തില്ല? എന്ത് മറക്കുന്നവരാണ്? പ്രൈസ് ഗോഡ്, കിട്ടിയത് മറക്കുന്നവരാണ്. കൊടുക്കാനുള്ളതും മറക്കുന്നവരാണ്. എന്നാ പാവം. പക്ഷേ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നേരെ തിരിച്ചാണ്. കൊടുക്കാനുള്ളത് മറന്നുപോകും, കിട്ടിയത് പ്രൈസ് ഗോഡ്, കൊടുക്കാനുള്ളത് മറക്കത്തില്ല, കിട്ടിയത് മറന്നുപോകും. കിട്ടിയത് മറന്നുപോകും, കൊടുക്കാനുള്ളത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മറക്കത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, പ്രൈസ് ഗോഡ്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത്, ദൈവം പിടിപ്പിച്ച വിധങ്ങളെ ഓർത്ത് അവൻ എന്ത് കൊടുക്കണമെന്നുള്ളത് മറക്കല്ലേ. അവന് കൊടുക്കേണ്ട നന്ദി കാണിക്കാൻ, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ, അവന് കൊടുക്കേണ്ട ആരാധന കൊടുപ്പാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമ്മൾ കടംപെട്ടവരാണ് ദൈവമക്കളെ. കർത്താവ്, ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, പലപ്പോഴും നമ്മെക്കുറിച്ച് വേദനിക്കുന്ന, ദുഃഖിക്കുന്ന ഒരു കാര്യം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. വേഗത്തിൽ അവർ എൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. പ്രൈസ് ഗോഡ്, വേഗത്തിൽ അവർ എൻ്റെ പ്രവൃത്തികളെ മറന്നു കളഞ്ഞു. ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജീവിതത്തിലെ ഏത് അനുഭവങ്ങൾ കൂടെ കടന്നുപോയാലും ദൈവത്തെ അറിഞ്ഞ ഒരു ദൈവത്തിൻ്റെ പൈതലിന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അവൻ ചെയ്ത പ്രവൃത്തികളെ ഓർക്കാമെങ്കിൽ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ്, ഏത് പ്രതികൂലം വന്നാലും എൻ്റെ ദൈവം, ഇത്രയും നാൾ പ്രവർത്തിച്ച ദൈവം, ഇന്ന് വരെ പ്രവർത്തിച്ച ദൈവം ഇനിയും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ സാധിക്കും. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ദൈവം എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്തത് ഓരോ 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 അനുഭവങ്ങളെയും ഓർത്ത് അവന് സ്തുതി പാടുന്ന, അവനെ നന്ദി കാണിക്കുന്ന, അവനോട് മഹത്വീകരിക്കുന്ന ഒരു അനുഭവം വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവനെ ദൈവമെന്ന്, ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവത്തെ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ദൈവത്തെ ആരാധിക്കേണ്ടതുപോലെ ആരാധിക്കാതെ പോയാൽ കർത്താവ് പറയുന്നു, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വിവേകമില്ലാത്ത ഹൃദയത്തിന്റെ ഒരു ഉടമകളായി നമ്മൾ മാറുകയും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ മനസ്സ് ഇരുണ്ടുപോവുകയും ചെയ്യും. എന്നിട്ട് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു. നാൽക്കാലി, പക്ഷി, ഇഴജാതി ഇവയുടെ രൂപസാദൃശ്യമാക്കി ക്ഷയമുള്ള മനുഷ്യരുടെ രൂപസാദൃശ്യമാക്കി അക്ഷയനായ ദൈവത്തെ മാറ്റിക്കളഞ്ഞു. ദൈവത്തെ അറിഞ്ഞിട്ട് എവിടെ പോയി? ദൈവത്തെ അറിഞ്ഞവൻ മനസ്സിലാക്കണം, ഇവൻ അക്ഷയനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അൺകറപ്റ്റബിൾ ഗോഡ്, പ്രൈസ് ഗോഡ്. എൻ്റെ കർത്താവിൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല. അക്ഷയനായ ദൈവം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? എൻ്റെ കർത്താവിൻ്റെ ശക്തി ക്ഷയിച്ചു പോയിട്ടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ എന്നാ വിഷയം? ദൈവത്തിന് സ്തോത്രം. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം, നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. താഴോട്ട് വായിക്കുമ്പോൾ 14-ാം വാക്യം, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഏദൻ തോട്ടത്തിൽ അവൻ ആക്കിയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്.
പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും. പ്രൈസ് ഗോഡ്. അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അനുസരണക്കേട് കാണിക്കുന്ന നാളിൽ നീ മരിക്കും. പക്ഷെ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞു, നീ പൊടിയാകുന്നു, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, ആ പൊടിയിൽ നീ തിരികെ ചേരും. പ്രൈസ് ഗോഡ്. നീ പൊടിയാകുന്നു, നിന്നെ പൊടിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, ആ പൊടിയിലേക്ക് നീ തിരികെ ചേരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ദൈവത്തിന് സ്തോത്രം, പൊടിയിലേക്ക് തിരികെ ചേർന്ന് എന്നേക്കുമായി ലയിച്ച് മണ്ണിൽ ലയിച്ച് അവസാനിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പിന്നത്തേതിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, അവൻ പൊടിയിലേക്ക് മനുഷ്യരെ മടങ്ങി ചെല്ലുമാറാക്കുന്നു, മാത്രമല്ല തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്ന നിമിഷം പൊടിയിൽ കിടക്കുന്ന മനുഷ്യൻ, ഞാനും നീയും ആരായാലും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജീവൻ പ്രാപിച്ച് പറന്നുയരത്തക്കവണ്ണം ഒരു വ്യവസ്ഥ കൂടെ അവൻ ചെയ്തു തീർത്തത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പം മനുഷ്യനെ പൊടിയിലേക്ക് 90-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യമാണ് ഞാൻ പറഞ്ഞത്. 90-ാം സങ്കീർത്തനം 3-ാം വാക്യം. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. പാപത്തിന്റെ ഫലമായി പൊടിയിലേക്ക് മടങ്ങി ചേർന്നാലും, പാപം ചെയ്ത് ദേഹി മരിച്ച് മൺമറഞ്ഞു പോയാലും അവിടം കൊണ്ട് കാര്യം അവസാനിപ്പിക്കാതെ കർത്താവ് ഒരു പോക്ക് വഴി ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു. അടുത്ത വാക്യം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്നും അരുളി ചെയ്യുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്നും അരുളി ചെയ്യുന്നു. ഇന്ന് പകലും ലോകം മുഴുവനും, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മുഴങ്ങാൻ പോകുന്ന ആ വലിയ മുഴക്കത്തിന്റെ മാറ്റൊലി, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന ചോദ്യത്തിന്റെ മാറ്റൊലി, പ്രൈസ് ഗോഡ്, പ്രഖ്യാപനത്തിന്റെ മാറ്റൊലി, ദൈവത്തിന് സ്തോത്രം, എവിടെ മുഴങ്ങുന്നറിയാമോ? ആദമേ നീ എവിടെ? പ്രൈസ് ഗോഡ്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്നുള്ള ആ ശബ്ദത്തിന്റെ അവൻ ഹല്ലേലൂയ വിളി കേൾക്കാൻ തക്കവണ്ണം ദൈവം മനുഷ്യനെ ഇന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദമേ നീ എവിടെ എന്ന വേദപുസ്തകത്തിലെ ചോദ്യത്തിൽ കൂടെയാണ്. ആദം കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? പ്രൈസ് ഗോഡ്. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. ആമേൻ. ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവൻ പറഞ്ഞു. പാപം ചെയ്തപ്പോൾ ജീവിതത്തിൽ വന്നുകൂടിയ ഏറ്റവും വലിയ പ്രതിഭാസം, ഏറ്റവും നഷ്ടവും കഷ്ടവും വരുത്തിയ മനുഷ്യന്റെ ജീവിതം ഇന്ന് ദുഷ്കരമാക്കി മാറ്റിയിരിക്കുന്ന പ്രതിഭാസം ഏതാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രോഗമല്ല, ദാരിദ്ര്യമല്ല, യുദ്ധമല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ജോലി നഷ്ടപ്പെട്ടതല്ല, ദൈവത്തിന് സ്തോത്രം, ഇതിനെല്ലാത്തിൽ കൂടെ വരുന്ന ഭീതി. പ്രൈസ് ഗോഡ്. ജോലി നഷ്ടപ്പെട്ടവന്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഭീതി എന്നാന്നറിയാമോ? ഇനി എനിക്ക് ജോലി കിട്ടുമോ? എന്നാൽ നാളെ ജോലിക്ക് ചെല്ലുമ്പം ഒരുത്തനെ പിരിച്ചു വിടുക എന്ന് വിചാരിക്കുക. പക്ഷെ ഇന്ന് ഒരാളെ കണ്ടപ്പോൾ പറഞ്ഞു, പ്രൈസ് ഗോഡ്, എൻ്റെ കമ്പനിയിൽ നല്ലൊരു വേക്കൻസി ഉണ്ട്, നീ വന്നാൽ ജോയിൻ ചെയ്യാം. ഇത് കേട്ടിട്ടാ ഇന്ന് പോകുന്നത്. നാളെ കാലത്ത് കമ്പനി ചെന്നപ്പോൾ പറയുകയാണ്, നിന്നെ പിരിച്ചു വിട്ടിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും? രണ്ട് കൈയും പൊക്കി സ്തോത്രം ചെയ്തുകൊണ്ട് പറയും, ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ എങ്ങനെ ഇവിടുന്ന് രാജിവെച്ച് ഒന്ന് പോകാമെന്ന് ആലോചിച്ചുകൊണ്ടാണ് വന്നത്. എനിക്ക് ആപ്ലിക്കേഷൻ പോലും തരേണ്ടി വന്നില്ല. നീ പിരിച്ചു വിട്ടത് എനിക്ക് ഗുണമായി. ഞാൻ ഇന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക്, ഇതിനേക്കാൾ നല്ലൊരു കമ്പനിയിലേക്ക്, നല്ലൊരു ശമ്പളത്തിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു വഴി ദൈവം എനിക്ക് ഒരുക്കിയിട്ടാണ് ഇവിടത്തെ കൊമ്പ് വെട്ടിയത്. നീ ഇരിക്കുന്ന കൊമ്പ് വെട്ടുന്നതിന് മുമ്പ് നിനക്ക് നിൽക്കാൻ, കിടക്കാൻ മറ്റൊന്ന് ഒരുക്കിയിട്ടാണ് അത് വെട്ടുന്നതെന്ന് മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ചിലത് വെട്ടി മാറ്റിയത്, നിന്റെ ജീവിതത്തിൽ വെട്ടിക്കൊണ്ടിരിക്കുന്നത് നിന്നെ താഴെ വീഴിക്കാനല്ല, നിന്നെ താഴെ വീഴിക്കാനല്ല. ചിലത് വെട്ടി മാറ്റട്ടെ, ചിലത് വെട്ടി മാറ്റട്ടെ. ദൈവം വെട്ടി മാറ്റുമ്പോൾ നീ താഴെ വീഴത്തില്ല. നീ താഴെ വീണാൽ അവന്റെ ഉള്ളം കയ്യിൽ
അവന്റെ ബലമുള്ള കരത്തിന്റെ കീഴിലേക്ക് ഞാൻ നിവദിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം തിങ്കളാഴ്ച ചെല്ലുമ്പം ശനിയാഴ്ച ഇങ്ങനത്തെ ഒരു ഓഫർ, ഞായറാഴ്ച ഇങ്ങനത്തെ ഒരു ഓഫർ ഇല്ലാത്തവൻ തിങ്കളാഴ്ച ചെല്ലുമ്പം ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ അത്ര എളുപ്പമല്ല കേട്ടോ. ഇവിടെയൊക്കെ പിരിച്ചുവിടാനാ പാട്, എടുക്കാൻ അത്ര ബുദ്ധിമുട്ടാണ്. പിരിച്ചുവിടാനാ പാടെന്നാണ് പറയുന്നത്. എന്നാൽ ഇത് സ്തോത്രം, ഹല്ലേലൂയ. ജിബി ഡെട്രോയിറ്റിൽ ഫോർഡ് മോട്ടോഴ്സിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രാവിലെ ഒന്നിച്ച് വർക്ക് ചെയ്ത അവൻ്റെ ബോസ്, ഇമ്മീഡിയറ്റ് ബോസ്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒന്നിച്ച് വർക്ക് ചെയ്തു. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ പ്രൈസ് ഗോഡ് മേശപ്പുറത്തൊരു കടലാസ് വെച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. റൂമിൻ്റെ താക്കോല്, ഐഡൻറ്റിറ്റി കാർഡ്, കമ്പ്യൂട്ടറിൻ്റെ പാസ്വേഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തിരിച്ച് HR-നെ ഏൽപ്പിച്ചിട്ട് ഒരു കവർ തരും. അത് മേടിച്ചോണ്ട് അപ്പം തന്നെ സ്ഥലം വിട്ടോളാൻ നാളെ തൊട്ട് വരേണ്ടത്. രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ചിന്തിച്ചതല്ല, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ പോലും ചിന്തിച്ചതല്ല. ജിബിയും പുള്ളിയും കൂടെ ഒന്നിച്ചിരുന്ന കഴിച്ചത്. അദ്ദേഹത്തിന് 22 വർഷത്തെ സർവീസ് ഉണ്ട്. 45 വയസ്സുള്ള മനുഷ്യൻ മേടിച്ചോണ്ട് പോയി. പറയുന്ന പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നാളെ അങ്ങ് ജോലിക്ക് ചെല്ലുമ്പം ഇതുപോലൊരു കടലാസ്, ഒരു ലെറ്റർ കയ്യിൽ കിട്ടിയാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അങ്ങ് അങ്കലാപ്പോടെ നെഞ്ചത്തടിക്കുന്നത് ആരാന്നറിയാമോ? എൻ്റെ ഭാവി എന്തായി തീരുമെന്ന് ഭീതിയുള്ളവൻ. എന്നാൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഈ ലെറ്റർ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ വേറൊരു ലെറ്റർ എനിക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നിശ്ചയം പ്രാപിച്ചവന് ഒരു കാര്യം പറയാൻ സാധിക്കും. ഈ എഴുത്ത് കിട്ടിയതിന് സ്തോത്രം. ഞാൻ എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ തുറക്കാൻ പോകുന്നുണ്ട്. നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് ഭാരപ്പെടല്ലേ. നിനക്ക് വേണ്ടി മെച്ചമായ മറ്റൊരു വഴി സ്വർഗത്തിലെ ദൈവം തുറക്കുന്നു. അടഞ്ഞ വഴികളെക്കാൾ മെച്ചമായ വഴികൾ യേശുവിന്റെ നാമത്തിൽ. അടഞ്ഞ വഴിയേക്കാൾ മെച്ചമായ വഴികൾ, ഉന്നതമായ വഴികൾ, ഉത്തമമായ വഴികൾ. പക്ഷേ ഈ വഴി തുറക്കുമെന്ന്, നഷ്ടപ്പെട്ടാലും വേറൊന്ന് കിട്ടുമെന്ന് കയ്യിൽ കടലാസ് കിട്ടിയിട്ടല്ല ചിന്തിക്കേണ്ടത്. കടലാസ് കിട്ടാതിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ചിന്തിക്കണം, മനസ്സിലാക്കണം. ഇതിന് പറയുന്ന പേരാണ് വിശ്വാസവും പ്രത്യാശയും. വിശ്വാസം എന്നാന്നറിയാമോ? ഇത് പോയാൽ പോകട്ടെ, ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിശ്വാസം. ഇത് പോയാൽ പോകട്ടെ, ദൈവം ഇതിനേക്കാൾ മെച്ചമായതൊന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പ്രത്യാശ. ഇത് രണ്ടുമുള്ളവർക്കൊരു സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. പണ്ട് ദൈവം സ്തോത്രം എവിടെ ഒരു ഭാവനയിൽ ഞാൻ വായിച്ചൊരു കാര്യം ഓർക്കുകയാണ്. ഭയങ്കര കൊടുങ്കാറ്റുകൾ അടിച്ച് ദൈവത്തിന്റെ സ്തോത്രം എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മരക്കൊമ്പിലിരിക്കുന്ന കിളി, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്തോത്രം ഇങ്ങനെ പറഞ്ഞു, ഈ കൊമ്പ് ഒടിഞ്ഞു വീണാലും, ഞാനിരിക്കുന്ന ഈ കൊമ്പ് ഒടിഞ്ഞു വീണാലും എനിക്കൊന്നും പേടിക്കാനില്ല. കാരണം എന്തെന്നറിയാമോ? എനിക്ക് 2 ചിറകുകളുണ്ട്. ഞാനിവിടെ നിന്ന് പറന്നു പോകും. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം വിശ്വാസമെന്ന പ്രത്യാശ എന്ന 2 ചിറകുമായി ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ ഇരിക്കുന്ന കൊമ്പ് വെട്ടിമാറ്റിയാലും ഒടിഞ്ഞു പോയാലും തകർന്നു പോയാലും നീ താഴെ വീഴത്തില്ല. നീ പറന്ന് താഴെ വീഴാതിരിക്കത്തക്കവണ്ണം നിന്നെ പിടിച്ചു നിർത്താൻ നിനക്ക് 2 ചിറക് തന്നിട്ടുണ്ട്. വിശ്വാസവും പ്രത്യാശയും. ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ചിറക് അടിച്ചുകൊണ്ട് പറന്നുയരുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഭയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മുടെയൊക്കെ ഈ ഭയം മാറുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം, പ്രൈസ് ഗോഡ്, വളരെ ഫണ്ണി. ആലോചിച്ച് നോക്കിയാൽ ശരീരത്തിലൊരു മുഴ, ഭയം തുടങ്ങി, ക്യാൻസർ,
എല്ലാവരും പറയാൻ തുടങ്ങി ഇത് ക്യാൻസറാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങാണ്ടോ ചെന്ന് പരിശോധിച്ചപ്പോൾ അവരും പറഞ്ഞു യെസ് ക്യാൻസർ തന്നെ. അപ്പം ആരോ പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്ത് നോക്ക്, ഇന്നടത്ത് ചെല്ല്, ഒന്നുകൂടെ പരിശോധിക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പക്ഷെ ആദ്യം ഈ മുഴ കണ്ടപ്പോൾ തൊട്ട് ഇത് ക്യാൻസർ ആണെന്ന് ചിന്തിച്ചു കൊണ്ടിരുന്ന നിമിഷം തൊട്ട് ഇവൻ്റെ ഉള്ളിൽ മുഴുവൻ ഭീതിയാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ ചെന്നപ്പോൾ അവർ പരിശോധിച്ചിട്ട് പറഞ്ഞൊരു കാര്യം പറഞ്ഞു, ഇത് ക്യാൻസർ അല്ല, ഇത് വെറും ഒരു നീരാണ്, ഇതിനൊരു ആൻറ്റിബയോട്ടിക് ഒരു കോഴ്സ് കഴിച്ചാൽ ഇത് വറ്റിപ്പൊയ്ക്കോളും എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ത് മാറിപ്പോകും? ഭയം മാറിപ്പോകും. അപ്പം ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞാൽ മതി നമ്മുടെ ഭയം മാറാനേ ഉള്ളൂ. എന്നാൽ സർവശക്തനായ കർത്താവ് ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൻ്റെ മുമ്പിൽ നിന്റെ ഭയം മാറ്റിയാൽ പ്രൈസ് ഗോഡ് നീ ലജ്ജിക്കേണ്ടി വരത്തില്ല. ഇന്ന് പകൽക്കാലം എല്ലാ ഭയങ്ങളെയും മാറ്റിക്കൊണ്ട് ദൈവ ശബ്ദത്തിൻ്റെ മുൻപിൽ പ്രൈസ് ഗോഡ് ഭീതിയകന്ന് ഭയമകന്ന് ദൈവത്തെ സേവിപ്പോ. പക്ഷെ കുഴപ്പമെന്നറിയാമോ? ഈ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന വാക്യമാണ്, അവിടെ ഉണ്ടോ? ഞാൻ ഭയപ്പെട്ട് ഒളിച്ചു. ദൈവമക്കളെ, നീ ദൈവസന്നിധിയിൽ ചെല്ലാതിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ പരിപാടി. പിശാചിൻ്റെ പരിപാടി. പിശാചിനറിയാം. 15-ാം വാക്യം വായിച്ച്, സങ്കീർത്തനം. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു. സങ്കീർത്തനം 103-ന്റെ. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. ഒരു മിനിറ്റ്. 14. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. അടുത്ത വാക്യം. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെ ആകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. 13-ാം വാക്യം. യെസ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പ്രൈസ് ഗോഡ്. എങ്ങനെ? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ഈ വാക്യം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭയം മാറി അടുത്ത് ചെല്ലാൻ പറ്റൂ. പ്രൈസ് ഗോഡ്. എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കും. എങ്ങനെ കരുണ കാണിക്കും? നീ അടുത്ത് ചെന്നാൽ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സമൃദ്ധിയുടെ സൂചന പറയുന്നത് എന്നാണെന്നറിയാമോ? അല്ലെങ്കിൽ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നത് എന്നാണെന്നറിയാമോ? നീ എങ്ങനെ ജീവിച്ചാലും നിന്റെ ദയ, നിന്നോടുള്ള ദൈവത്തിൻ്റെ ദയ വിട്ടുമാറത്തില്ല. ഏതോസം ഒരിക്കലും പറയുന്നില്ല. നീ തോന്നിയ പോലെ ചെയ്താൽ 7 വട്ടം ഞാൻ ക്ഷമിക്കും, പിന്നെ ഞാൻ വാളിന് മൂർച്ച കൂട്ടും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കാം. ദൈവത്തിന്റെ സ്തോത്രം. യോബിന്റെ പുസ്തകം 36-ാം അധ്യായം. യോബിന്റെ പുസ്തകം 33-ാം അധ്യായം. പ്രൈസ് ഗോഡ്. അതിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. 1 2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു. 1 2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു. മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. ഇതാണ് വിഷയം. ദൈവം നമ്മോട് അരുളി ചെയ്യുമ്പോൾ നീ അത് കൂട്ടാക്കുന്നുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടോ? നീ ഏറ്റെടുക്കുന്നുണ്ടോ? 1 2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു. പിന്നെ മനുഷ്യനത് കൂട്ടാക്കുന്നില്ല താനും. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും. ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവം അവന് കൊടുക്കുന്ന പ്രബോധനത്തിന്റെ ഉദ്ദേശം മനുഷ്യനെ അവന്റെ ദുഷ്കർമ്മത്തിൽ നിന്ന് അകറ്റുവാനും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ജീവിതത്തിൽ ശരിയായ പാതയിൽ കൂടെ പോകാതിരിക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിച്ച് ദുഷ്കർമ്മത്തിൽ നിന്ന് അകന്നു നിൽക്കണം, അകന്നു മാറി നടക്കണം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്ന കൂട്ടാക്കുന്ന വ്യക്തികളുടെ അനുഭവം വേറെയാണ്. വായിച്ച്.
പുരുഷനെ ഗർഭത്തിൽ നിന്ന് രക്ഷിപ്പാൻ തന്നെ. ദൈവം ഇടപെടുന്ന അതിനാണ്. 2 ദുഷ്കർമ്മം അകറ്റാൻ, 3 അഹങ്കാരത്തിൽ നിന്ന് രക്ഷിക്കാൻ. അടുത്തത്, അവൻ കുഴിയിൽ നിന്ന് അവന്റെ പ്രാണനെയും വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. വാളാൽ നശിക്കാതെ വണ്ണം അവന്റെ ജീവനെയും കാക്കുന്നു. കുഴിയിൽ നിന്ന് എന്ന് പറയുമ്പോൾ അപകടത്തിൽ നിന്ന്. കുഴിയിൽ വീഴുക എന്ന് പറഞ്ഞാൽ അപകടത്തിൽപ്പെടുക. വാളാൽ എന്ന് പറഞ്ഞാൽ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന്. ഇന്ന് പകല് ദൈവസന്നിധിയിൽ അടുത്ത് ചെന്ന് പാപങ്ങളെ ഏറ്റുപറഞ്ഞ്, ദൈവമേ, ദുഷ്കർമ്മങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയത് ക്ഷമിക്കണമേ, തെറ്റുകൾ വന്നത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ദൈവം നിന്നോട് ഇടപെടുമ്പോൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിന് സ്തോത്രം. എന്തെന്നറിയാമോ? കുഴിയിൽ നിന്നും വാളിൽ നിന്നും നിന്നെ രക്ഷിക്കും. അപകടങ്ങളിൽ നിന്ന്, ആക്രമണങ്ങളിൽ നിന്ന്, ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും ഇന്ന് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ദൈവകൃപ ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്തോത്രം പറയാമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകല അപകടങ്ങളിൽ നിന്നും, സകല അനർത്ഥങ്ങളിൽ നിന്നും, സകല ദോഷങ്ങളിൽ നിന്നും, ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും വിടുവിക്കുന്ന ദൈവകൃപ ഇന്ന് പകൽക്കാലം ജനത്തിനു വേണ്ടി വ്യാപരിക്കണമേ. അപകടങ്ങൾ വരുത്തുവാൻ പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആമേൻ. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ, കുറവുകൾ വന്നാൽ ഓടി ഒളിക്കുകയല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലണം. എങ്ങനെ ചെല്ലണം? ഭയം കൂടാതെ ചെല്ലണം. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിച്ചതിൻ്റെ ഉദ്ദേശം പറയുമ്പോൾ ഈ സത്യം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ഗോഡ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 68 മുതലുള്ള വാക്യങ്ങൾ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ. ആദ്യം മുതൽ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? എന്നെയും നിന്നെയും ശത്രുക്കളുടെ വശത്തു നിന്നും പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നും രക്ഷിപ്പാൻ ദൈവത്തിന്റെ പ്രസാദം തോന്നി. അതുകൊണ്ട് ഇന്ന് പേടിക്കല്ലേ. നിന്നെ ശത്രുവിന്റെ പല്ലിന് ഇരയായി വിട്ട് കൊടുക്കുന്ന ദൈവമല്ല, നിന്നെ പകയ്ക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദൈവമല്ല. പകയന്റെ കണികളിൽ നിന്ന് വിടുവിച്ച് ശത്രുവിന്റെ പല്ലിന് ഇരയായി കൊടുക്കാതെ നിന്നെ വിടുവിക്കുന്ന ദൈവമാകയാൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവിടെ ശത്രുവിന്റെ വശത്തുനിന്ന് പകയ്ക്കുന്ന ഏവരുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ മതിയായൊരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആമേൻ. ദൈവത്തിൽ ഈ ഒരൊറ്റ വാക്യം ഹൃദയത്തിലേക്ക് തറഞ്ഞു കയറിയാൽ ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ എന്ത് ചെയ്യും? അശൂർ പാളയത്തില് ആമീൻ ഹല്ലേലൂയ ലക്ഷങ്ങൾ വന്ന് നിരന്നാലും അവരുടെ വാളിന്റെ മൂർച്ചയും കുന്തത്തിന്റെ തിളക്കവും ഇതൊന്നും കണ്ടാലും നമ്മൾ പേടിക്കത്തില്ല. കാരണം ശത്രുക്കളുടെ വശത്തു നിന്ന് പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ള ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ദൈവം. അങ്ങനെയാണെങ്കിൽ ആ ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി അന്ന് അശൂർ പാളയത്തിലേക്ക് ഒരു ദൂതനെ അയച്ച് ആമേൻ വിടുവിച്ചതുപോലെ തന്നെ ഇന്ന് ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ട് ഹല്ലേലൂയ വിടുവിച്ചതുപോലെ തന്നെ ഇന്ന് എനിക്ക് വേണ്ടി എന്നെ വളഞ്ഞു നിൽക്കുന്ന ശത്രുക്കളുടെ മധ്യത്തിലേക്ക്, ശത്രുവിൻ്റെ പാളയത്തിലേക്ക് തൻ്റെ ദൂതനെ അയച്ച് വിശ്വാസം വ്യാപരിക്കട്ടെ, വിശ്വാസം വ്യാപരിക്കട്ടെ. രൂപന കലകാതപരാധകരാതലവരഹത്തൽ കൗടെ നിനക്ക് വേണ്ടി അയക്കും, നിനക്ക് വേണ്ടി ദൂതനെ അയക്കുമെന്ന്, എനിക്ക് വേണ്ടി ദൂതനെ അയക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എനിക്ക് വേണ്ടി അയക്കുമെന്ന് ഒരു തോന്നല്, അതൊരു വിശ്വാസമായിട്ട് പരിണമിച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാൻ കുലുങ്ങാതിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ.
അങ്ങനെയുള്ളവരെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ഇന്ന് പകൽക്കാലം കുലുങ്ങിക്കൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിലും ദൈവത്തിന്റെ ആത്മ വ്യക്തമായി ഓർപ്പിച്ചത് ഏറ്റെടുത്തുകൊണ്ട് പറ, ഞാൻ കുലുങ്ങത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നമ്മുടെ പ്രകൃതി അറിയുന്ന, നാം പൊടിയെന്ന് ഓർക്കുന്ന, അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ നമ്മോട് കരുണ തോന്നുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എന്നേക്കും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഞാൻ ഉറച്ച് നിൽക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ എന്തു ചെയ്യണം? ദൈവത്തോട് അടുത്ത് ചെല്ലണം, കർത്താവിനോട് അടുത്ത് ചെല്ലണം, കുറവുകളുമായി അടുത്ത് ചെല്ലണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കുറ്റങ്ങളുമായിട്ട് അടുത്ത് ചെല്ലണം. കാരണം അവൻ നിന്റെ അകൃത്യമൊക്കെയും സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്ന ലൂക്കോസ് താഴോട്ട് വായിച്ചാട്ടെ, 11-ാം വാക്യം, 71-ാം വാക്യം. തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? തന്റെ ദാസനായ ദാവീദിന്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണെന്ന്, ഞാൻ രക്ഷിക്കപ്പെട്ടവളാണെന്ന് നല്ല ബോധ്യമുള്ളവർക്ക് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലർ ചോദിക്കും, ഇതെന്താ ഈ പറയുന്നത്? രക്ഷിക്കപ്പെടുകയാണെന്നോ? രക്ഷിക്കപ്പെട്ടവനോ രക്ഷിക്കപ്പെട്ടവളോ എന്തോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സംശയം ചിലർക്കുണ്ടാകാം. കത്തോലിക്കനായി ജനിച്ചു വളർന്ന എനിക്ക് ഒരു കാലത്ത് സംശയം ഉണ്ടായിരുന്നു. ഞാൻ ദൈവവചനം കേൾക്കുകയും ദൈവവചനം വായിക്കുകയും ദൈവവചനം പഠിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, വേദപുസ്തക പ്രകാരം രക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്. അപ്പോസ്തലപ്രവൃത്തി 4:12. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. പ്രൈസ് ഗോഡ്. നാം രക്ഷിക്കപ്പെടുവാൻ, ആർക്കെങ്കിലും രക്ഷ എന്താണെന്ന് അറിയത്തില്ല, പക്ഷെ രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കൊരു ഈ കാര്യം അറിയാതെയും നമ്മൾ ആഗ്രഹിക്കുമോ? ആഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. ഇവിടെ കുറെ പൊതി ഉണ്ടെന്ന് വെച്ചെന്ന് വിചാരിക്കുക, അതിനകത്ത് എന്താന്ന് പറയുന്നില്ല. ഇത് വേണ്ടവൻ വന്നെടുക്കാൻ പറഞ്ഞാൽ 4 പൊതിയുള്ളെങ്കിൽ 40 പേര് മുമ്പോട്ട് വരും. എന്താണെന്ന് അറിഞ്ഞിട്ടല്ല, കിട്ടാനൊരാഗ്രഹമുണ്ട്. രക്ഷ എന്താണെന്ന് അറിയണമെന്നില്ല, ഇത് കൊള്ളാമെങ്കിൽ എനിക്ക് വേണമെന്നൊരാഗ്രഹം വന്നാൽ മതി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. എനിക്ക് രക്ഷപ്പെടണമെന്നൊരാഗ്രഹം വന്നാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പലരുടെയും ആഗ്രഹം, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിൻ്റെ സ്പെക്ട്രം നോക്കുമ്പോൾ ഹല്ലേലൂയ ഒരു കാര്യം മനസ്സിലാകും. കടമുള്ളവന് കടഭാരത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്. രോഗമുള്ളവന് ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹമേ ഉള്ളൂ. വീട് ഇല്ലാതെ, പ്രൈസ് ഗോഡ്, ഒരു വാടക വീട് പോലും ലഭിക്കാതിരിക്കുന്നവന് ആ വിഷയത്തിൽ ഒന്ന് രക്ഷപ്പെടണമെന്ന് ഒരാഗ്രഹമേ ഉള്ളൂ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്ന വിഷയം എന്തെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നൊരാഗ്രഹമുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച് കഴിയുമ്പോൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾക്ക് മുഴുവൻ ഹോൾസെയിലായിട്ട് ഒരു പരിഹാരം തരുവാൻ ദൈവം സർവശക്തനാണ്. കാരണം അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്ത ദൈവം പിന്നെ നിന്റെ പദവി മാറ്റും, നിന്റെ അവസ്ഥ മാറ്റും, നിന്റെ എല്ലാത്തിനും മാറ്റം വരുത്തും. പ്രൈസ് ഗോഡ്. ദൈവവേദനായി തീരുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. രക്ഷിക്കപ്പെടുവാൻ താല്പര്യമുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കണം, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവുമില്ല. ആ നാമം അറിയാവുന്നവർ ഒന്നുറക്കെ പറയാമോ? യേശുവിന്റെ നാമം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത്
പ്രൈസ് ഗോഡ്. ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് അവന്റെ വചനം ഏറ്റെടുത്ത് അവനോട് പ്രാർത്ഥിച്ച് അവന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളുടെ പേരാണ് രക്ഷിക്കപ്പെട്ടവർ. അങ്ങനെ ഒരു രക്ഷയുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 31 വായിച്ച്. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നവർ പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രക്ഷ പ്രാപിക്കും. ആ രക്ഷ എന്ന് പറയുന്നത് പ്രൈസ് ഗോഡ് ഈ ഭൂമിയിലുള്ള വിഷയങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രക്ഷ അല്ല, അത് നിത്യത വരെ നിന്നെ എത്തിക്കുന്ന ഒരു രക്ഷയാണ്. അങ്ങനെയുള്ള രക്ഷ പ്രാപിച്ചിട്ടുള്ളവർ, യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടുള്ളവർ സന്തോഷത്തോടെ സമാധാനത്തോടെ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദൈവ സാന്നിധ്യം സംഭവിക്കുന്നതും അവൻ അനുഗ്രഹങ്ങളുടെ പട്ടിക ദൈവം നിരത്തി വയ്ക്കുക മാത്രമല്ല, ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് പൊഴിച്ചു തരുന്നതും വ്യക്തിപരമായ അനുഭവമായി മാറും. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെട്ട ജനം ഒരു സ്തോത്രം പറയാമോ? ആമേൻ. രക്ഷിക്കപ്പെട്ട ജനം ശക്തമായി സ്തോത്രം പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ കൂടെ പാട്ടുകാരൻ പാടുന്ന ഇങ്ങനെയാണ്: രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, രക്തം കൊണ്ടു മുദ്രയിടപ്പെട്ട ജനം ഒന്നിച്ച്, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ, കാഹളങ്ങൾ ഊതിടുമ്പോൾ ഭൂതലം വിറയ്ക്കുമേ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചു, പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ വഹിച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ വഹിച്ചു. തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി, തകർക്കുന്ന രാജരാജൻ സൈന്യത്തിന്റെ മുൻപിലായി. നായകനുള്ളതിനാൽ ജയം ജയം നിശ്ചയം, നായകനുള്ളതിനാൽ ജയം ജയം നിശ്ചയം. ജയം 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 എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും, യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇങ്ങനെ ഒരു ജയത്തിന്റെ പാട്ട് പാടുവാൻ, ഹല്ലേലൂയ ഗീതങ്ങളെ സ്തുതിപ്പാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം. വീണ്ടും ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരാം. അതിന്റെ 71 72 വാക്യങ്ങൾ തുറന്ന് വായിക്കാം. തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുൻപിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഭയം കൂടാതെ വിശുദ്ധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ എപ്പോ? ആയുഷ്കാലം മുഴുവൻ. ഒരാഴ്ചയല്ല, രണ്ടാഴ്ചയല്ല, മൂന്നാഴ്ചയല്ല, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ ദൈവത്തോട് അടുത്തിരുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഭയം കൂടാതെ അവനെ ആരാധിപ്പാൻ എങ്ങനെ സാധിക്കും? വിശ്വാസത്താൽ. ഭയം കൂടെ ആരാധിക്കാൻ അവനെ എങ്ങനെ സാധിക്കും? പ്രത്യാശയാൽ. അവൻ ഇരിക്കുന്ന കൊമ്പ് ഒടിഞ്ഞു പോയാലും, അതുകൊണ്ടാണ് ആ കൊച്ചു കിളി പറഞ്ഞത്, ആ കൊച്ചു പക്ഷി പറഞ്ഞത്, ഞാൻ ഇരിക്കുന്ന കൊമ്പ് ഒടിഞ്ഞു പോയാലും എനിക്ക് ഭയമില്ല, എന്നെ വഹിക്കുവാൻ 2 ചിറകുകളുണ്ട്, ഞാൻ സുരക്ഷിതനായിരിക്കും. യേശുവിന്റെ നാമത്തിൽ വിശ്വാസമുള്ള പ്രത്യാശയുള്ള ദൈവ പൈതലെ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നുള്ള ദൈവവചനം ഗ്രഹിച്ച് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അനുസരിക്കുന്ന ദൈവ പൈതലെ, ഇന്ന് പകൽക്കാലം നിന്റെ മേൽ ഗ്രസിച്ചിരിക്കുന്ന സകല ഭയങ്ങളെയും ആമേൻ പുറത്താക്കിക്കൊണ്ട് ഭയം കൂടാതെ യേശുവിനെ ആരാധിപ്പാൻ. ഈ പദവി
നമുക്ക് ലഭിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പണ്ട് ഈ സുവിശേഷ യോഗത്തിൽ പ്രസംഗം കഴിഞ്ഞ ശേഷം ഓൾട്ടർ കോൾ വിളിക്കുമ്പോൾ പ്രൈസ് ഗോഡ് ഒരു പാട്ട് പാടുമായിരുന്നു. നിങ്ങൾക്ക് അറിയാവുന്നൊരു പാട്ടാണ് പ്രൈസ് ഗോഡ്. അതിൻ്റെ അർത്ഥം ഇതാണ്: എത്ര നാൾ നീ കഷ്ടപ്പെട്ടു, എത്ര നീ പ്രയാസപ്പെട്ടു, എത്ര പ്രതികൂലങ്ങൾ കടന്നു പോകുന്നു, ഇനി യേശുവിൻ്റെ അടുക്കലോട്ട് വാ, അവൻ നിന്നെ സഹായിക്കും, നിന്നെ ഉപേക്ഷിക്കത്തില്ല. പ്രൈസ് ഗോഡ്. എത്ര നാൾ വൃഥാവായോടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു ജീവിതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, ഭയം വേണ്ട, ശങ്കിക്കേണ്ട, കൈക്കൊള്ളാതെ തള്ളു എന്ന് ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവ് നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. രക്ഷിതാവ് നിന്നെ ഇന്ന് സ്വന്തമാക്കി തീർത്തിടും. ഒറ്റ ദിവസം ദൈവത്തിന്റെ അടുത്ത് ചെല്ലുവാനായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നാണെന്ന് മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ടവരായാലും രക്ഷിക്കപ്പെടാത്തവരായാലും എൻ്റെ വിഷയത്തിന്റെ രക്ഷ കിട്ടുവാൻ, എൻ്റെ വിഷയത്തിന് പരിഹാരം കിട്ടുവാൻ ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലേണ്ട ദിവസം ഇന്നാണ്. ടുഡേ 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 ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എൻ്റെ വിഷയത്തിന് പരിഹാരം ലഭിക്കത്തക്കവണ്ണം ഞാൻ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്ന ഒരു ദിവസമാണെന്നും ഞാൻ വെറും കൈയായി മടങ്ങത്തില്ല. ഒഴിഞ്ഞ കൊട്ടയുമായി ഞാൻ പോയെങ്കിലും പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നവോമിയെ പോലെ അല്ല നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി മടങ്ങി അല്ല, ഒഴിഞ്ഞവളായി പോയി നിറഞ്ഞവളായി മടങ്ങി. ഈ വ്യത്യാസം കാണിക്കാൻ കഴിവുള്ള രൂത്തിന്റെ ദൈവം ജീവിക്കുന്നു, നവോമിയുടെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു, നിന്റെ ദൈവം ജീവിക്കുന്നു. നിറയ്ക്കുന്ന ദൈവം, നിറയ്ക്കുന്ന ദൈവം, നിറയ്ക്കുന്ന ദൈവം. ആമേൻ. ആ നിറവിൻ്റെ അനുഭവത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, പൗലോസ് ഇപ്രകാരം എഴുതി: എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭ. യെസ്, എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭ. ആ സഭയ്ക്കകത്ത് നിനക്കൊരു നിറവുണ്ടെന്ന് മനസ്സിലാക്കി എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന സഭയ്ക്കകത്ത് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, കർത്താവ് തന്നെത്താൻ കൊടുത്തു കേട്ടോ. എഫേസ്യർ 1:23. എഫേസ്യർ 1:23. എല്ലാം എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നല്ല ഒരു സഭയിൽ വന്ന് ആരാധിക്കാൻ അവസരം കിട്ടിയാൽ അത് ഏറ്റവും പരമഭാഗ്യമാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചാൽ മതി, പ്രാർത്ഥിക്കാൻ വീട്ടിൽ പായിട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആരാധിക്കാൻ ചിലപ്പോൾ വേണമെങ്കിൽ വീട്ടിലിരുന്ന് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് ആരാധിക്കാൻ സാധിക്കും. വേദപുസ്തകം വേണമെങ്കിൽ പഠിക്കാൻ സാധിക്കും, പഠിപ്പിക്കാനും സാധിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വീട്ടിലിരുന്ന് ഉപവസിക്കാനും സാധിക്കും. പക്ഷെ ദൈവം ഒരു വിശ്വാസി നിലനിൽക്കാൻ തന്നിരിക്കുന്നത് ദൈവസഭയായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സഭയിൽ നിന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ, ഐശ്വര്യം പ്രാപിക്കുവാൻ, അനുഗ്രഹം പ്രാപിക്കാൻ, എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന നിറവിലേക്ക് നിന്നെ അടുപ്പിച്ച ദൈവകൃപയോർത്ത് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? ആമേൻ. അങ്ങനെ ദൈവം നമ്മെ ചേർത്ത് ഒട്ടിച്ചു എന്ന്
റോമാലേഖനം പറയുമ്പോൾ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, കാട്ടൊലിവായിരിക്കുന്ന നിന്നെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഇവിടെയും പറമ്പിലും കള്ളുഷാപ്പിലും പ്രൈസ് ഗോഡ് ഹല്ലേലൂയ കരിഞ്ചന്തയിലും മുഴുകി നടന്ന ദുഷ്കർമ്മങ്ങളിൽ മുഴുകി നടന്ന അശുദ്ധമായ ജീവിതങ്ങൾ മുഴുകി നടന്ന ദുർനടപ്പിൻ്റെ ജീവിതങ്ങൾ മുഴുകി നടന്ന കാട്ടൊലിവായിരുന്ന നിന്നെ അവൻ വെട്ടിയെടുത്ത് അവിടെ നിന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവന്ന് നല്ലൊലിവോട് ചേർത്ത് യേശു ക്രിസ്തുവാകുന്ന ഈ നല്ല ഒലിവോട് ചേർത്ത് അവൻ്റെ ശരീരമാകുന്ന സഭയോട് ചേർത്ത് നിന്നെ ഇണക്കിയിരിക്കുന്നത് നാം ഹല്ലേലൂയ ഭാഗ്യകരമായൊരു അവസ്ഥയാണെന്ന് പ്രാർത്ഥിച്ച് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്തോത്രം പറയാമോ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആമേൻ. ദൈവം എന്നെ ഒട്ടിച്ചതാണ്, പറയാൻ പറ്റൂ? കാട്ടൊലിവായിരുന്ന എന്നെ വെട്ടിയെടുത്ത് ഈ നല്ലൊലിവിനോട് ചേർത്ത് ദൈവം എന്നെ ഒട്ടിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, എൻ്റെ കാട്ടൊലിവിൻ്റെ സ്വഭാവം മാറ്റിക്കളഞ്ഞ് നല്ലൊലിവിന് വേണ്ടി നല്ലൊലിവിൻ്റെ സ്വഭാവം എടുത്ത് നല്ല ഒലിവ് വൃക്ഷമായി, നല്ല ഒലിവ് കായ്ക്കുന്ന വൃക്ഷമായി, എണ്ണ നിറഞ്ഞു നിൽക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയുള്ള ഒരു നല്ല ഒലിവ് വൃക്ഷമായി ഞാൻ മാറുവാൻ ദൈവം എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. ആമേൻ. പക്ഷെ നമുക്ക് നന്ദി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ആമേൻ. നന്ദി ഉണ്ടവർക്ക് ഒരു കാര്യം പറയാൻ സാധിക്കും, എന്നെ ഈ സഭയിൽ കൊണ്ടുവന്നത് ദൈവമാണെന്ന് പറയാൻ സാധിക്കും. ഈ സഭയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ തകർന്നു പോയേനെന്ന് പറയുന്ന ഒരുപാട് ജീവിതം കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, നല്ലൊരു ആരാധനയോട് നല്ലൊരു കൂട്ടത്തോട് നിന്നെ ബന്ധിപ്പിച്ച് നിലനിർത്തുന്ന ദൈവകൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സത്യം അറിയാം, ഞാനൊരു കാട്ടൊലിവായിരുന്നു, എന്നെ അവിടെ നിന്ന് വെട്ടി നാട്ടൊലിയോട് ചേർത്ത് ഒരുക്കിയെടുത്തു. എന്തിനാ? നല്ല ഫലം കായ്ക്കാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. കാട്ടൊലിവിൽ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ, കാട്ടൊലിവിൽ ശാഖയായിരുന്ന എന്നിൽ നല്ല ഫലം നിറപ്പാൻ അവൻ വെട്ടിന ചെല്ലി നല്ലൊലിവിൻ തരു ഉടതു ചിന്തിച്ചെന്നും അവൻ വെട്ടിന ചെല്ലി നല്ലൊലിവിൻ തരു ഉടതു ചിന്തിച്ചെന്നും പാടും ഞാൻ യേശുവിനു ജീവൻ പോളം നന്ദിയോടെ, ജീവൻ പോളം നന്ദിയോടെ. കാട്ടൊലിവായിരുന്ന എന്നെ നാട്ടൊലിവോട് ചേർത്ത് ഒട്ടിച്ചത് കൊണ്ട് എനിക്കൊരു നന്ദിയുണ്ടെന്ന്. ആ നന്ദി ഉള്ളിൽ വെച്ചുകൊണ്ട് ഞാൻ ജീവൻ പോകുന്ന കാലം വരെയും എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും. പ്രൈസ് ഗോഡ്. അങ്ങനെ പാടി സ്തുതിക്കാൻ ഒരു അവസരം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഞായറാഴ്ച, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആരാധനാ ദിവസമാണ്. ഇന്ന് ദുഃഖിച്ചിരിക്കാനല്ല, ഇന്ന് ഭാരപ്പെട്ടിരിക്കാനല്ല, ഇന്ന് പ്രയാസപ്പെട്ടിരിക്കാനല്ല, സന്തോഷത്തോടെ ആർത്തുതുള്ളി ദൈവത്തെ ആരാധിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്ന ഒരു മഹാസന്തോഷത്തിന്റെ ഒരു ദിനമായി ഇത് മാറണം. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ഗോഡ്. പ്രശ്നങ്ങളും ഭാരങ്ങളും ഉണ്ടെങ്കിലും അതിനെ വെല്ലുന്ന ഒരു സന്തോഷത്താൽ ഇന്ന് പകൽക്കാലം ആരാധന ഉയരട്ടെ. ആ ആരാധനയ്ക്ക് നിന്നെ പ്രാപ്തനാക്കിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. എന്നിട്ട് ശക്തിയോടെ ആരാധിക്കുക. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാണ്. കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാണ്. സ്വർഗ്ഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനാണ്.
അടുത്ത് ചെന്നാൽ ഞാൻ രക്ഷപ്പെടും. 12 വർഷം ദുഃഖിച്ചിരുന്ന വേദനിച്ചിരുന്ന രക്തസ്രവക്കാരുത്തി തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ പല വൈദ്യന്മാരാൽ ഏറെ ഒന്ന് സഹിച്ചിട്ടും ഒട്ടും ഭേദം വരാതിരുന്ന, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഏറ്റവും പരവശയായി തീർന്ന രക്തസ്രവക്കാരത്തി ഒരു കാര്യം പറഞ്ഞു, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും ഒന്ന് തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ആ വിശ്വാസം ഇന്ന് വ്യാപരിക്കട്ടെ, ആ വിശ്വാസം ഇന്ന് വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം, 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 സൗഖ്യം. ആ വിശ്വാസം, ഭയം കൂടാതെ അവനെ ആരാധിക്കാൻ, അവനെ അടുത്ത് ചെല്ലാൻ. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. അവനെ തൊട്ടത് ആരെന്നവൻ ചോദിച്ചു. ഒരുപാട് പുരുഷാരൻ തിക്കി തിരക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തി വന്ന് തൊട്ടത്. എന്നെ തൊട്ടത് ആര്? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ശിഷ്യന്മാർക്ക് അത്ഭുതമായി, ഇത്രയും പേര് കിടന്ന് തിക്കുമ്പോൾ നിന്നെ തൊട്ടതാരെന്ന്. ദൈവമക്കളെ, മുട്ടലും തൊടലും
വ്യത്യാസമുണ്ട്. നമ്മൾ മുട്ടിപ്പോകാനല്ല വന്നത്, തൊട്ട് മടങ്ങിപ്പോകാൻ. ഇന്ന് പകൽക്കാലം തൊട്ട് മടങ്ങിപ്പോകാൻ, യേശുവിനെ ഒന്ന് തൊട്ട് എൻ്റെ രോഗത്തിന്, എൻ്റെ കഷ്ടത്തിന്, എൻ്റെ ഭാരത്തിന്, എൻ്റെ പ്രയാസത്തിന്, എൻ്റെ പ്രതികൂലത്തിന് ഒരു മറുപടിയുമായി മടങ്ങിപ്പോകുവാൻ, കർത്താവിനെ ഒന്ന് ടച്ച് ചെയ്യുവാൻ. അവൻ നിന്നെ ടച്ച് ചെയ്യുന്നതിന് കാത്തു നിൽക്കല്ലേ, നീ അങ്ങോട്ട് ചെന്നൊന്ന് ടച്ച് ചെയ്യുവാൻ, അവനെ ഒന്ന് ടച്ച് ചെയ്യുവാൻ, അവനെ ഒന്ന് തൊടുവാൻ ആഗ്രഹത്തോടെ വിശ്വാസ കണ്ടുകൊണ്ട് അവനെ ഒന്ന് കൈനീട്ടി തൊട്ടുകൊണ്ട് പറ, ഞാൻ യേശുവിനെ തൊട്ടു, ഞാൻ യേശുവിനെ തൊട്ടു, ഞാൻ യേശുവിനെ തൊട്ടു, ശക്തി പുറപ്പെട്ടു. ആമേൻ. അങ്ങനെ ഒരു അനുഭവത്തിനാണ് നമ്മളിവിടെ വന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി അടുത്ത് ചെല്ലുവാൻ എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും അവൻ നമ്മുടെ പ്രകൃതി പൊടിയെന്ന് അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അവന് നമ്മളോട് എന്നിട്ട് പറയുന്നു, ഉദയം അസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ദൈവത്തെ ആരാധിക്കാനായിട്ട് വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞ് ആരാധിക്കാനായിട്ടാണ് ഈ 103-ാം സങ്കീർത്തനം സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ഈ സങ്കീർത്തനത്തോടെ ഒന്ന് പെട്ടെന്ന് ഒന്ന് ഓടിച്ചു പോയാൽ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്. അവൻ 7 ഭാഗങ്ങളായിട്ട് സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനം തിരിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 1, അവൻ സ്വയം പറയുന്നു, 1-2 വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. സ്വയം പറയുകയാണ് ഈ കർത്താവിനെ വാഴ്ത്തുക. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇത് വായിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. 100,000 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് പിശാച് പറയും, സ്തുതിക്കണ്ട, 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 സ്വോത്രം പറയണ്ട, സ്വോത്രം പറയണ്ട, സ്വോത്രം പറയണ്ട, കൈയടിക്കണ്ട, 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 അന്യഭാഷ പറയണ്ട, അന്യഭാഷ പറയണ്ട, അന്യഭാഷ പറയണ്ട. നീ ഇത് കേട്ടിരിക്കാനാണോ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അല്ല, അല്ല. ബുദ്ധി അങ്ങോട്ട് മാറ്റി വച്ചിട്ട് ഒരു ഭോഷയെ പോലെ, ഒരു ഭോഷനെ പോലെ കർത്താവിനെ സ്തുതിച്ച് നൃത്തം ചെയ്ത് ദാവീദ് ആരാധിച്ചതുപോലെ തൻ്റെ പഞ്ഞുനൂലങ്കി ദൂരെ മാറ്റി വെച്ചുകൊണ്ട് അവൻ തൻ്റെ രാജകീയ അങ്കി ദൂരെ മാറ്റി വെച്ചുകൊണ്ട് പഞ്ഞുനൂലങ്കി ധരിച്ച് കുതിച്ച് നൃത്തം ചെയ്ത്, മീകൾ നിന്ദിച്ചാലും വേണ്ടുകയില്ല, ആരൊക്കെ നിന്ദിച്ചാലും വേണ്ടുകയില്ല, നിന്നെ മാനിച്ചൊരു ദൈവമുണ്ട്, നിന്നെ സഹായിച്ചൊരു ദൈവമുണ്ട്, തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്നൊരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവനെ നൃത്തം ചെയ്ത് ആരാധിക്കാൻ, ആമേൻ, ഹല്ലേലൂയ, എനിക്കും നിനക്കും സാധിക്കണം. അല്ലെങ്കിൽ അത് നന്ദികേടായി മാറും. ഉടബല ഖദ്രക ജഗല ദലബല ഖദ്ല. തള്ളയാടുകളെ മേയ്ക്കുന്ന അനുഭവത്തിൽ നിന്ന് എന്നെ ദൈവം വിടുവിച്ചു, എന്നെ ദൈവം സഹായിച്ചു, എന്നെ രാജസ്ഥാനത്ത് എത്തിച്ചു. എന്നിട്ട് പറയുന്നു, ഞാൻ ഇതിനേക്കാൾ ഹീനമായിട്ട് ആരാധിക്കുന്നു. എന്തൊരു സ്റ്റേറ്റ്മെന്റ് അതല്ലേ. നിന്ദിക്കുന്നവരോട് പറയുകയാണ്, നിന്ദിക്കുന്ന മീഖലിനോട് പറയുകയാണ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനേക്കാൾ വലിയൊരു ആരാധന കണ്ടേ പോകത്തുള്ളൂ, ആരാധിച്ചേ പോകത്തുള്ളൂ. ആരെയും ഞാൻ നോക്കുന്നില്ല, ഞാൻ ഇടത്തോട്ട് നോക്കുന്നില്ല, വലത്തോട്ട് നോക്കുന്നില്ല, മുന്നോട്ട് നോക്കുന്നില്ല, പുറകോട്ട് നോക്കുന്നില്ല, ഈ ദൈവത്തെ ഞാൻ ആരാധിച്ചേ പോകത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഞാൻ ദൈവത്തെ ആരാധിക്കും. അപ്പം അങ്ങനെ ആരാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ മനസ്സിലാക്കി നമ്മളോട് തന്നെ പറയണം. നമ്മളൊരു സ്വോത്രം പറയാം, നമ്മൾ പറഞ്ഞില്ലേ പൂട്ടിയിരിക്കുക, അതായത് വായും പൂട്ടിയിരിക്കുന്ന തന്നെത്താനെ പറഞ്ഞുകൊണ്ടിരിക്കുക, പറയണ്ട. എങ്ങനെ പറയുക? പിശാച് പറഞ്ഞു, പറയല്ലടാ. ഞാൻ പറയുന്നു, ഞാൻ പറയത്തില്ല, കേട്ടോണ്ടിരിക്കുക, അപ്പം അത് ഉറക്കത്തില്ല. എന്നാൽ പിശാച് പറയണ്ടടാന്ന് പറയുമ്പോൾ ഞാൻ പറയുമെന്ന് പറഞ്ഞാലോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എങ്ങനെ വായും പൂട്ടി ഒരു സ്വോത്രം പറയാതെ ഇരിക്കാൻ നമുക്ക് പറ്റും അല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ആമേൻ, ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിനൊരു സ്വോത്രം പറയാൻ, എൻ്റെ ദൈവത്തിനൊരു ഹല്ലേലൂയ പറയാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ അത് ചൊവ്വിന് പറയും. മനസ്സിലായോ? ചൊവ്വിന് പറയും ഹല്ലേലൂയ. വിഷമിച്ച് ഏതാണ്ടോ അവൻ ഈ തൊണ്ടയിൽ മുള്ളിരിക്കുമ്പോൾ ചില ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല സ്വോത്രം പറയേണ്ടത്. സന്തോഷത്തോടെ, ചൊവ്വിന്, വീര്യത്തോടെ, പരിജ്ഞാനത്തോടെ, ധൈര്യത്തോടെ, ഉറപ്പോടെ, ശക്തിയോടെ. ആമേൻ, പ്രൈസ് ഗോഡ്. ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയാം. ഞാൻ ഈ ഹോള് AC ആക്കി ഇതിൻ്റെ സീലിംഗും എല്ലാം ഇടുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ തണുപ്പത്തിരുന്ന് ആരാധിക്കാൻ വേണ്ടി മാത്രമല്ല. എത്ര ഉറക്കെ ആരാധിച്ചാലും ഇതിന് വെളിയിൽ ശബ്ദം
പോകാതിരിക്കാനും കൂടെ ഇതൊന്നും ശരിയായി കിട്ടിയാൽ പിന്നെ ഇതൊന്നും ആയിരിക്കത്തില്ല ആരാധന എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സഭയായി നമ്മൾ മാറും. പ്രൈസ് ഗോഡ്. അതിശക്തിയോടെ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആര് എന്ത് പറഞ്ഞാലും നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരുന്നിട്ട് നമുക്ക് പ്രൈസ് ഗോഡ് ആത്മാവിൽ സത്യത്തിലും ആത്മാവിലും സ്വാതന്ത്ര്യത്തോടെ ഒരു സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ പറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ആരും നമ്മളെ കുറ്റം പറയാൻ പറ്റത്തില്ല, ഒച്ച കുറയ്ക്കാൻ പറയാൻ പറ്റത്തില്ല. നിനക്ക് എത്ര ഉറക്കെ പാടാമോ അത്ര ഉറക്കെ പാടിക്കോ, എത്ര ഉറക്കെ സ്തുതിക്കാമോ അത്ര ഉറക്കെ സ്തുതിച്ചോ. ആമേൻ. പ്രൈസ് ഗോഡ്. മാത്രമല്ല ഞായറാഴ്ച ഒരു ദിവസമല്ല, പറ്റിയാൽ എല്ലാ ദിവസവും ഇതുപോലെ ശക്തിയോടെ ആരാധിക്കുന്ന ഒരു ആരാധനാലയമായിട്ട് ഇത് മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം. പ്രൈസ് ഗോഡ്. ഇപ്പോൾ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരോട് നമ്മൾ പറഞ്ഞേക്കുന്നത് പാട്ട് പാടണ്ട. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഉണ്ടോ പ്രവംബാവ് ഉറക്കപ്പാടുന്നു. ഞാൻ പറഞ്ഞു പൊച്ച കുറയ്ക്കേ. പ്രൈസ് ഗോഡ്. പക്ഷെ ഇനി അത് പറയത്തില്ല. ഇതൊക്കെ ശരിയായി കഴിഞ്ഞാൽ പിന്നെ പറയത്തില്ല. ഉറക്കപ്പാടാനാണ് പറയാൻ പോകുന്നത്. കുറച്ചുകൂടെ ഉറക്കപ്പാടാനാണ് പറയുന്നത്. കുറച്ചുകൂടെ ഉറക്കെ കൈപിടിക്കാനാണ് പറയുന്നത്. കുറച്ചുകൂടെ ഉറക്കെ സ്തോത്രം പറയാനാണ് പറയാൻ പോകുന്നത്. കാരണം ഒരു കാര്യം എനിക്കറിയാം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ജനം ആർപ്പിടുമ്പോൾ പട്ടണം അതിൽ വീഴും. ജനം ആർപ്പിടുമ്പോൾ യെരിഹോ മതിൽ വീഴും. നമ്മൾ ആർപ്പിട്ട് ദൈവത്തെ ആരാധിച്ചാൽ എറണാകുളം പട്ടണം നമുക്ക് പിടിക്കാം. എനിക്ക് ഒരു സംശയവുമില്ല. ശക്തിയോടെ ഒന്ന് ആരാധിച്ചാട്ടോ. എറണാകുളം പട്ടണം ആരാധനയുടെ ശക്തി കൊണ്ട് പിടിച്ചെടുക്കാൻ സർവ്വം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്, അധികാരം തന്നിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു ദർശനം ദൈവം തന്നിട്ടുണ്ട്. എറണാകുളം നമ്മൾ പിടിക്കും. ഇത് ഇന്നലെയും കിട്ടിയതല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിൻ്റെ ആമേൻ. പ്രൈസ് ഗോഡ്. മുന്നേറ്റത്തിന് ആര് എന്തെല്ലാം തടസ്സമുണ്ടാക്കിയാലും സ്വർഗത്തിലെ ദൈവം ദർശനത്തെ അവധി വച്ചിരിക്കുന്നു. അത് സംഭവിക്കത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുമെന്ന് നല്ല ഉറപ്പോടെ ഒരു സ്തോത്രം ചെയ്യാമോ? I'm quite sure about it. ഈ പട്ടണത്തിൽ ലക്ഷക്കണക്കിന് ജനം വേദന അനുഭവിക്കുന്നു, കട്ടം അനുഭവിക്കുന്നു, ദുഃഖം അനുഭവിക്കുന്നു. ഇവരെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് സുവിശേഷം പറയാനല്ല, ഇവരോടൊക്കെ കാശ് മേടിക്കാനുള്ള പരിപാടി അവസാനിപ്പിച്ചിട്ട് ഇവരെ ഇങ്ങോട്ട് മേടിക്കണ്ട, അങ്ങോട്ട് കൊടുക്കത്തക്കവണ്ണമുള്ള ഒരു ശക്തിയുള്ള ഒരു ശുശ്രൂഷ ഈ പട്ടണത്തിൽ വെളിപ്പെടണം. വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഇന്നലെ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ സാജു എന്നോട് പറഞ്ഞു, നമുക്ക് കാശിൻ്റെ കുറവ് കൊണ്ട് ചെറുതായിട്ട്. ഞാൻ പറഞ്ഞു ആരുടെ കാശ്? സാജുവിൻ്റെ അടുത്തുണ്ടോ? ഇല്ല. എൻ്റെ അടുത്തുണ്ടോ? ഇല്ല. പിന്നെ ആരുടെ അടുത്താണ് ഉള്ളത്? ആരുടെ അടുത്തും ഇല്ല. പിന്നെ എവിടെയുണ്ട്? കുറവില്ലാതെ വണ്ണം നടത്താൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. എൻ്റെയും നിൻ്റെയും കയ്യിലുള്ളതിനേക്കാൾ അവൻ ഹല്ലേലൂയ സമ്പന്നനായ ഒരു ദൈവമുണ്ട്. അവൻ സമ്പന്നനാക്കി കഴിയുമ്പോൾ ഈ ദൈവം മനുഷ്യനെ സമ്പന്നനാക്കി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പെന്തിക്കോസ്ത് സഭയൊക്കെ ദാരിദ്ര്യം പിടിച്ച് കിടക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല. കർത്താവിന് കൊടുക്കുകയില്ല. എന്ത് കൊടുക്കുകയില്ല? ആദ്യം ആരാധന കൊടുക്കണം. ആരാധന കൊടുത്തു കഴിയുമ്പോൾ അനുഗ്രഹം വരും. അനുഗ്രഹം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദശാംശം കൊടുക്കണം. പ്രൈസ് ഗോഡ്. മനസ്സിലായി? ആദ്യം ആരാധന. 10 പൈസ സ്വോത്ര കാഴ്ച ഇടാനില്ലെങ്കിലും വേണ്ടുകയില്ല, നീ ഒന്ന് മര്യാദക്കൊന്ന് ആരാധിക്ക്. 2 വെള്ളിക്കാശ് ഇട്ടാൽ മതി, 2 ചെമ്പ് കാശ് ഇട്ടാൽ മതി. നിന്റെ ആരാധനയ്ക്ക് മാധുര്യം കൽപ്പിക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കാശല്ല വലിപ്പം, അവൻ സമ്പത്തല്ല കാര്യം. നിനക്കവനെ ആത്മാർത്ഥമായി നിഷ്കളങ്ക ഹൃദയത്തോടെ ആരാധിക്കാൻ അറിയാമോ? നീയാണ് ആരാധിക്കുന്നവൻ, നീയാണ് ആരാധിക്കുന്നവൾ. നീ സ്വർഗത്തിൽ ചെന്നാൽ നിനക്കൊരു പണിയുണ്ട്. ആമേൻ. ഇവിടത്തെ ആരാധന മര്യാദക്ക് നടത്താത്തവൻ അവിടെ ചെന്ന് കഴിയുമ്പം പ്രൈസ് ഗോഡ് എങ്ങനെ അവിടെ നിന്ന് ചാടി താഴെപ്പോരും? മനസ്സിലായോ? ഇരിക്കാൻ പറ്റത്തില്ല.
അവിടെ ഉമ്മരപ്പടികൾ കുലുങ്ങത്തക്കവണ്ണം, ആലയം പുക കൊണ്ട് നിറയത്തക്കവണ്ണം, വസ്ത്രത്തിന്റെ വിളിമ്പുകൾ ചുറ്റും നിറച്ചുകൊണ്ട് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിലിരുന്ന് നമുക്കും ആരാധിക്കാൻ ദൈവം നമുക്ക് പദവി തന്നിരിക്കുകയാണ്. ആമേൻ. സ്വർഗത്തിലെ ആരാധന വെളിപ്പെട്ട സന്ദർഭങ്ങൾ നോക്കിയാൽ ഹല്ലേലൂയ. പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആമേൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ വിളിച്ചു പറഞ്ഞു, ശബ്ദം കേട്ടു, ചെറിയവരും വലിയവരുമായുള്ളവരെ ദൈവത്തെ വാഴ്ത്തുവീൻ. അതങ്ങോട്ട് കേൾക്കേണ്ട താമസം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ, തകർത്ത ഇടിമുഴക്കം പോലെ, മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ ഭൂമിയിലല്ല, ഫെയ്ത്ത് സിറ്റി സഭയിലല്ല, പെന്തിക്കോസ്ത് സഭയിലല്ല, യാക്കോബ സഭയിലല്ല, മർത്തോമാ സഭയിലല്ല, വിശ്വസിക്കുന്ന ജനത്തിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറയുന്നത് പോലെ മുഴങ്ങിക്കേട്ടു. ഹല്ലേലൂയ. ആമേൻ. ഞാനീ പറഞ്ഞത് പുതിയ ആകാശം പുതിയ ഭൂമിയൊക്കെ വരുമ്പോഴുള്ള കാര്യമാണ്. ഇപ്പോഴേ ശരിക്ക് റിഹേഴ്സൽ എടുത്തോണം, ഇപ്പോഴേ ശരിക്ക് കൈയടിച്ചോണം, ഇപ്പൊ ശരിക്ക് സ്തോത്രം പറഞ്ഞോണം, ഇപ്പോൾ ശരിക്ക് ആരാധിച്ചോണം. അവിടെ ചെന്ന് ആരും നമ്മൾ പുറകോട്ട് പോകാനിടയാകരുത്. ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട്, ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട്, ഇന്നലേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടെ മുമ്പോട്ട്. ആരാധിക്കുന്നവന്റെ ഹൃദയം ആരാധനയിൽ വളരട്ടെ. അപ്പൊ ഭയം കൂടാതെ ആരാധിക്കാൻ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ മനസ്സിലായില്ലെങ്കിൽ എന്നോട് തന്നെ പറയണം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവരായിട്ടിരിക്കല്ലെന്ന്. ദൈവം ചെയ്ത ഓരോ നന്മകളെയും ഓർത്ത് നന്ദിയോടെ ഇരുന്നാൽ എങ്ങനെ 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 മിണ്ടാതിരിക്കാൻ പറ്റും? പ്രൈസ് ഗോഡ്. അപ്പം ദൈവം ചെയ്ത നന്മ അത് ഓർത്ത് ദൈവത്തെ ആരാധിക്കുവാൻ പ്രൈസ് ഗോഡ് നമുക്ക് സാധിക്കണം. കുഴപ്പമില്ല, ജനറേറ്റർ ട്രിപ്പ് ചെയ്തതാണ്, ഉടനെ ശരിയായിക്കോളും. ദൈവത്തിന് സ്തോത്രം. അപ്പം അതിന് മനമേ അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആദ്യം സങ്കീർത്തനക്കാരൻ പറയുന്നത് സ്വയം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, ആരാധനയ്ക്ക് വേണ്ടി ആമേൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? കർത്താവിൽ നിന്ന് പ്രാപിച്ച നന്മകളെ ഓർത്ത് അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് പറഞ്ഞിട്ട് ആ ഉപകാരങ്ങളുടെ പട്ടികയാണ് അടുത്തതായി പറയുന്നത്. വായിച്ച് 3 തൊട്ട്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഏറ്റവും വലിയ ഉപകാരം എന്നാണെന്നറിയാമോ? എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. പ്രൈസ് ഗോഡ്. എൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും വലിയ ഉപകാരം അതാണ്. അടുത്തത്, നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. അടുത്തതാണ് നിന്റെ രോഗം സൗഖ്യമാക്കുന്നത്. നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്, നിന്റെ സകല കേടുകളെയും മാറ്റുന്നു. ശരീരത്തിന് മാത്രമല്ല കേട്, ബിസിനസ്സിനകത്ത് കേട്, വീട്ടിനകത്ത് കേട്, മരങ്ങൾക്ക് കേട്, തെങ്ങിന് കേട്, ജാതിക്ക് കേട്, വൃക്ഷങ്ങൾക്കെല്ലാം കേട്. ഹല്ലേലൂയ. ദൈവം വണ്ടിക്ക് കേട്, എല്ലാം കേടായി കിടക്കുമ്പോൾ കർത്താവ് പറയുന്നു, അവൻ നിന്റെ സകല കേടും തീർക്കുന്നു. ദൈവം പ്രസാദിക്കുമ്പോൾ വണ്ടിയുടെ കേട് മാറും, മരത്തിൻ്റെ കേട് മാറും, വിശ്വാസികളുടെ കേട് മാറും, വൃക്ഷങ്ങളുടെ കേട് മാറും, മൃഗങ്ങളുടെ കേട് മാറും, വളർത്തു മൃഗങ്ങളുടെ കേട് മാറും. എല്ലാം 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 കേട് മാറിയിട്ട് ദൈവസന്നിധിയിൽ സന്തോഷിക്കത്തക്കവണ്ണം ദൈവകൃപ വ്യാപരിക്കുന്ന ഒരനുഭവം മുമ്പിലുണ്ട്. എല്ലാ കേടും മാറും. ദൈവത്തിന്റെ ആത്മാവ് ഞാൻ ഉറക്കെ പറയട്ടെ, നിന്റെ സകല കേടും മാറും, സകല കേടും മാറും, നിന്റെ സകല കേടും മാറും. അണ്ടല ബൗഡ രഗതക ജഗല ദുരബല ഹത്തല ബൗഡ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിഷമിച്ചിരിക്കുന്നത് പ്രൈസ് ഗോഡ് ഇപ്പൊ ഉണ്ടായ കേടോർത്തിട്ടല്ലേ? ഇപ്പോൾ ഉണ്ടായ കേട് അല്ലേ? അതല്ലേ വിഷമിപ്പിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, മുമ്പുണ്ടായ കേടെന്തിയേ? കഴിഞ്ഞ വർഷം ഉണ്ടായ കേടെന്തിയേ? മുമ്പത്തെ വർഷം ഉണ്ടായ കേടെന്തിയേ? പോയോ? എന്നെ മിണ്ടാതിരിക്കുന്നത് എനിക്ക് സംശയം. ഇപ്പോൾ ഉള്ള കേടിനെയാണോ ഓർത്ത് വിഷമിച്ചിരിക്കുന്നെങ്കിൽ യേശു പറ. ഇപ്പോൾ ഉള്ള കേട് ഓർത്താണ് വിഷമിക്കുന്നത്. കഴിഞ്ഞ നാളിലെ കേട് പോയോ?
പോയില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഈ കേടും പോകും യേശുവിൻ്റെ നാമത്തിൽ. കഴിഞ്ഞ നാളുകളിൽ നിന്നെ ജയോത്സവമായി നടത്തിയ ദൈവകൃപ ഇനിയും മതിയായത് തന്നെ, ഇനിയും മതിയായത് തന്നെ, ഇനിയും മതിയായത് തന്നെ. ഹല്ലേലൂയ. ജോസഫ് ശരിയാകും, ഉടനെ ശരിയാകും. അല്ലെങ്കിൽ ജനല് തുറന്നിടാനാ, ഉടനെ ശരിയാകും, അല്ലെങ്കിൽ ഫാൻ ഇടണം. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അവൻ നിന്റെ അകൃത്യം, നിന്റെ സകല രോഗങ്ങൾ. അടുത്ത വാക്യം, അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഓ പ്രൈസ് ഗോഡ്. നിന്റെ ജീവനെ നശിക്കാൻ വിട്ടുകൊടുക്കത്തില്ലെന്ന്, നിനക്ക് നാശം വരാൻ സമ്മതിക്കത്തില്ല. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർത്തവനെ സ്തുതിക്കാന്ന് പറയുമ്പോൾ ചുമ്മാതല്ല പറഞ്ഞത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങൾ വിശുദ്ധനാമത്തെ വാഴ്ത്തുക, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ മറക്കരുതെന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ പറഞ്ഞതല്ല. നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നവനാണ്. നശിക്കാൻ സമ്മതിക്കത്തില്ല. നീ നശിക്കാൻ സമ്മതിക്കത്തില്ല. നീ നശിക്കാൻ സമ്മതിക്കത്തില്ല. നിന്റെ ബിസിനസ് നശിക്കാൻ സമ്മതിക്കത്തില്ല. നിന്റെ ജോലി നശിക്കാൻ സമ്മതിക്കത്തില്ല. നിനക്കുള്ളതൊന്നും നശിക്കാൻ സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പ്രൈസ് ഗോഡ്. എന്നിട്ട് ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് എന്തോ ചെയ്യും? അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഒരു മിനിറ്റ് സാജൻ, തൽക്കാലത്തേക്ക് ജനറേറ്റർ ഓഫ് അന്നേരം മെയിൻസിലിട്ടിട്ട് ഫാനൊക്കെ ഇടുക, അല്ലെങ്കിൽ ഈ ഫാനൊക്കെ ഇടുക. ജനറേറ്റർ ശരിയാകുമ്പോൾ ശരിയാവും. ഇപ്പോഴത്തെ ഈ ഫാൻ, ഈ ഗ്രൗണ്ട് ഫാൻ എല്ലാം ഓൺ ചെയ്യത്തൊക്കെ എങ്ങനെ കണക്ഷൻ ഓണാക്കും. ജനറേറ്റർ ശരിയാകുമ്പോൾ അതിലേക്ക് മാറാം. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, നിന്നെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്തിട്ട് വെറുതെ അങ്ങോട്ട് വിടുകയല്ല. പ്രൈസ് ഗോഡ്. നിന്നെ നാശത്തിൽ നിന്ന് വീണ്ടെടുത്ത് വെറുതെ വിടുകയല്ല, നിന്നെ ചിലത് അണിയിക്കും. ഇന്ന് പകൽക്കാലം നിന്നെ ചിലത് അണിയിക്കും. നഷ്ടം വന്നത് സാരമില്ലെന്ന് പറയത്തക്കവണ്ണം, എനിക്ക് ഗുണമായെന്ന് പറയത്തക്കവണ്ണം, കഷ്ടതയിലായത് എനിക്ക് ഗുണമായെന്ന് പറയത്തക്കവണ്ണം അവൻ ചിലത് അണിയിക്കും. ദയയും കരുണയും നിന്നെ അണിയിക്കും. അടുത്ത വാക്യം, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നിന്റെ ആരോഗ്യം പഴയ കാലത്തുണ്ടായിരുന്നതിലേക്ക് മടങ്ങിപ്പോകുമെന്ന്, പഴയ പ്രായത്തിലേക്ക് മടങ്ങിപ്പോകുമെന്ന്. ദൈവം തരുന്ന ആരോഗ്യം പ്രാപിച്ച് കഴിയുമ്പോൾ കാലേബിനെ പോലെ പറയാൻ സാധിക്കും, എനിക്ക് 85 വയസ്സായി, എന്നാലും വരാനും പോകാനും വെട്ടുവാനും പടപൊരുതുവാനും കൈവശമാക്കുവാനും എനിക്ക് ഇന്നും ആരോഗ്യമുണ്ട്. മോശ അയച്ച കാലത്തെ പോലെ ആരോഗ്യമുണ്ട്. ആകയാൽ ഹെബ്രോൻ മല എനിക്ക് തരിക. അനാഖ്യമല്ലന്മാർ അവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് വിഷയമല്ല. ഞാൻ അനാഖ്യം ഹെബ്രോൻ മല പിടിക്കും, ഞാൻ ഹെബ്രോൻ മല പിടിക്കും, ഞാൻ ഹെബ്രോൻ മല പിടിക്കും. ഇന്ന് പകൽക്കാലം നിനക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന അനാഖ്യമല്ലന്മാരെ പോലെ നിൽക്കുന്ന വിഷയങ്ങളുടെ പുറത്ത് നിനക്ക് ജയം തരുമെന്ന്. ആമേൻ. ഈ അനാഖ്യ മല്ലന്മാര് എതിർത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പം മനസ്സിലാകാൻ വേണ്ടി മാത്രം ഒരു ഉദാഹരണം ഞാൻ പറയാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അനാഖ്യ മല്ലന്മാരെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ കനാൻ ദേശത്ത് ഉള്ളവരെല്ലാം എതിരാണ്. കനാൻ ദേശക്കാർ മുഴുവൻ ഇസ്രായേലിക്ക് എതിരാണ്. പ്രൈസ് ഗോഡ്. പക്ഷെ അവരൊക്കെ 6 അടി പൊക്കക്കാരാണ്. അതിൽ കൂടുതൽ പൊക്കമില്ല, കൂടിയ 6 അടി, 5 അടി, 5.25 അടി, 6 അടി. എന്നാൽ അവരുടെ ഇടയിൽ അനാഖ്യൻ മക്കളായിട്ടുള്ള കുറച്ച് പേരുണ്ട്. അനാഖ്യ അവരെ മല്ലന്മാരെന്ന് പറയുന്നു. കാരണം അവർ ഗോലിയാത്തിനെ പോലെ 8, 9, 10 അടി പൊക്കമുള്ളതാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇവർക്ക് നോക്കിയിട്ട് ഈ അനാഖ്യ മല്ലന്മാരെ കണ്ട് പേടിച്ച് നിൽക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ ഇത് പ്രാക്ടിക്കൽ ലൈഫായി പറയുന്നത്. 100,000 പ്രശ്നമുണ്ട്, പക്ഷെ അതിനകത്ത് കുറച്ച് മല്ലന്മാർ നിപ്പുണ്ട്. പ്രൈസ് ഗോഡ്. ചില വിഷയം ഭയങ്കരമായിട്ട്
ചീറ്റലോടുകൂടി ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്മേൽ അടിക്കുന്നത് പോലെ കൊടുങ്കാറ്റ് പോലെ ചീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് പറയാൻ സാധിക്കണം, എനിക്കിവനെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട്. മോശനെ അയച്ച കാലത്തെ പോലെ ആരോഗ്യം തന്നിട്ടുണ്ട്, ശക്തി തന്നിട്ടുണ്ട്. ഞാൻ അവനെ തോൽപ്പിക്കും, ഞാൻ അനാക്കിന്റെ മല പിടിക്കും. രക്തത്താൽ ജയമെടുക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. പ്രൈസ് ഗോഡ്. സാജൻ, ഞാനൊരു കാര്യം കൂടെ കേൾക്കാമോ? ആ വാടകയ്ക്കെടുത്ത ജനറേറ്റർ ഉണ്ടോ? എന്തോ? ആ AC ഓഫ് ചെയ്തിട്ട് നിങ്ങൾ ഇത് ഇവിടുത്തെ ഇതിനകത്ത് ബാക്കിയുള്ള ഫാനിലേക്ക് കൊടുക്കാൻ. ഓക്കെ, പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. എനിക്കും നിനക്കും വേണ്ടി ദൈവം പ്രവർത്തിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, പിശാചും പ്രവർത്തിക്കുകയാണ്. ഇപ്പം ചിലരൊക്കെ വിചാരിക്കുന്നത് ഈ ദേശം ഇതെല്ലാം വലിച്ചു ദൂരെ കളഞ്ഞിട്ട് പണ്ടത്തെ പരിപാടിയാണ്, ഇതിനൊക്കെ ഭേദമായിട്ട് വിചാരിക്കുന്നത് എനിക്കറിയാം. ഇത് വിചാരിപ്പിക്കാനാ പിശാചിൻ്റെ പരിപാടി. എന്നാൽ നമ്മളെന്ത് ചെയ്യുമെന്നറിയാമോ? പിശാചെ, ഞങ്ങൾ ഇത് നന്നാക്കി ഇവിടെ തന്നെ ഇരുന്ന് ആരാധിക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറഞ്ഞില്ലേ, പിശാചിൻ്റെ പരിപാടി നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു, ഇതെല്ലാം അങ്ങ് ശരിയാക്കിയിട്ട് ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കും. പിശാച് പറഞ്ഞു, എന്നാൽ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം, ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാനൊരു കാര്യം പറയാം, നിങ്ങളെക്കാളും വേർക്കുന്നത് ഞാനാ, നിങ്ങളിരിക്കുന്നതിനേക്കാൾ വേർക്കുന്നത് ഞാനാ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചുകൊണ്ട്, തോറ്റു കൊടുക്കുന്ന പ്രശ്നം നമുക്കില്ല. യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുക. ആമേൻ. കുട്ടിക്കാനത്ത് ക്യാമ്പ് നടക്കുമ്പം ക്യാമ്പിൻ്റെ 2ാമത്തെ ദിവസം അന്ന് വന്നവർക്കറിയാം, പന്തലെല്ലാം കൂടെ കാറ്റ് കൊണ്ടുപോയി. പന്തൽ കംപ്ലീറ്റ് കാറ്റ് കൊണ്ടുപോയി. അവിടെ കയറി നിൽക്കാനൊരു സ്ഥലമില്ല. കൊച്ചു പിള്ളേരടക്കം സകലരും നനഞ്ഞു. പക്ഷെ ഒരെണ്ണത്തിനെങ്കിലും ഒരു ജലദോഷമെങ്കിലും വന്നോ? വരികയില്ലെന്നേ. ഇതാ ദൈവകൃപ. മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് സ്തോത്രം ചെയ്യാം. അന്നുണ്ടായിരുന്ന ജനത്തില് കൊച്ചു കൈക്കുഞ്ഞുങ്ങൾ തൊട്ട് ഏറ്റവും പ്രായമുള്ളവർ വരെ ഉണ്ടായിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഒരു ജലദോഷമെങ്കിലും ഒരൊറ്റ കുട്ടിക്ക് വന്നില്ല. കാരണം ഇതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പിശാച് ഒരു വശത്ത് കൂടെ പ്രവർത്തിച്ചാലും അതിനെ അതിജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഞാൻ ഹോട്ടലിലായിരുന്നു. ഞാൻ ഹോട്ടലിൽ നിന്ന് കാറ്റുണ്ടെന്നൊക്കെ കേട്ട് വന്നപ്പോൾ